പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയാ. എല്ലാവരും എങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ബായിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് കേൾക്കാത്തതുപോലെ ഇരിക്കുകയാ. കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പോമായിസ് തൗബ ചെയ്യട്ടെ എന്ന് കരുതികെട്ട് പറഞ്ഞു വിടുകയോ. പക്ഷേ മായിസിന് സമാധാനമില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലോ. വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. രണ്ടാമതും പറഞ്ഞു വിടുകയാണ്. മൂന്നാമതും കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, നബിയേ, എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലാനാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നബിയേ. ഇവരുടെ മുന്നിൽ നാണം കെട്ടാൻ എനിക്കൊന്നുമില്ല. എനിക്ക് ദുനിയാവിലെ ശിക്ഷ സഹിക്കാൻ കഴിയുമല്ലോ. മരണത്തോടുകൂടി ഇവിടത്തെ ശിക്ഷയ്ക്കൊരവസാനമുണ്ടല്ലോ. പക്ഷെ അല്ലാഹുവിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, അല്ലാഹുവിന്റെ നരകത്തിന്റെ അദാബുണ്ടല്ലോ. അത് താങ്ങാൻ ഈ മായിസിന് കഴിയില്ല നബിയേ. അത് താങ്ങാനുള്ള കഴിവില്ല. അവിടെ മരണവുമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഈ ശിക്ഷയങ്ങ് ഏറ്റുവാങ്ങിയ അല്ലാഹു നീതിമാനാണല്ലോ. എന്നെ 2 പ്രാവശ്യം ശിക്ഷിക്കൂലല്ലോ. അതുകൊണ്ട് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയോ, എന്നെ എറിഞ്ഞു കൊല്ലാ വിധിക്കു നബിയോ. അവസാനം അല്ലാഹുവിന്റെ റസൂല് മായിസിനെ എറിഞ്ഞു കൊല്ലാ പറയുകയോ. സഹാബത്ത് 4 ഭാഗത്തു നിന്ന് കല്ല് പറക്കി എറിയുകയാണ്. മായിസിന്റെ ശരീരം പൊട്ടികെട്ട് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. മായിസ് റളിയല്ലാഹു തആല ഓടുകയാണ്. സഹാബത്ത് പുറകെ നടന്ന് എറിയുകയാണ്. കുറേ സമയം കഴിയുമ്പോ സഹാബികൾ പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. കുറേ സമയം കഴിയുമ്പോ കരഞ്ഞു വിളിച്ചുകൊണ്ട്, ഇലാ ഹദ്റത്ത് റസൂലില്ലാഹ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, അറിഞ്ഞുകൊണ്ട് ഓടിയതല്ല നബിയേ, മരണവെപ്രാളത്തിൽ ഓടിപ്പോയതാ, ശരീരം വേദനിച്ചപ്പോ ഓടിപ്പോയതാ. അതുകൊണ്ട് ഇവരോടൊരു കുടിയെടുക്കാ പറ നബിയേ. എന്നിട്ട് എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ആ കുടിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്നെ എറിയാ പറ നബിയേ. എത്ര വേദനിച്ചാൽ, എത്ര ഓടണമെന്ന് തോന്നിയാൽ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ യാ റസൂലല്ലാഹ്. അവിടെന്ന് എറിഞ്ഞു കൊല്ലുകയാ. കുറെ നാളുകൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മിസ്അബിന്റെ മായിസിന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയ മായിസിന്റെ ഖബറാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ സഹാബാ? നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലോ. മായിസ് സ്വർഗത്തിലാണ് സഹാബാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അതുകൊണ്ട് പെങ്ങള്, ജീവിതത്തിൽ പറ്റിയ പിഴവ് റബ്ബേ തിരുത്തു പൊന്നുമോള്. അല്ലാതെ മുന്നോട്ട് ഇനിയും നീ തുടരല്ലോ. അത് നിന്റെ കഴിവാണ്, നിന്റെ കഴിവാണെന്ന് കരുതല്ലേ ചെറുപ്പക്കാരാ. മോനെ, ഓരോ പ്രാവശ്യവും രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടോ. നിന്റെ ഉമ്മാനെയും ബാപ്പാനെയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തണ്ട എന്ന് റബ്ബ് കരുതിയട്ടോ. നിന്റെ മക്കളെ നാണം കെടുത്തണ്ട എന്ന് കരുതി
കഴിയട്ടോ. പക്ഷേ എന്നും അങ്ങനെയാകണമെന്നില്ല, എന്നും അങ്ങനെയാകണമെന്നില്ല. അതുകൊണ്ട് മഹാന്റെ ഉറൂസിന്റെ അല്ലാഹുവേ സദസാടു ഇവിടെ നിന്ന് പിരിയുമ്പോ ചെയ്തു പോയ പാപങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് പിരിഞ്ഞ പൊന്നുമോനെ, നിന്നെക്കാളും വലിയ ഭാഗ്യവാനില്ലടാ ചെറുപ്പക്കാരോ. നിന്നെക്കാളും ഒരു ഭാഗ്യവതിയില്ല. നിനക്കല്ല തരുന്ന പ്രതിഫലം അറിയുവോ? നിനക്കല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നീ എങ്ങാണം ഇന്ന് രാത്രി മരിച്ചുപോയി, നാളെ ദുഹറിന്റെ സമയത്ത് പഴയങ്ങാടി പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിക്കാട്ടിലെ മയ്യത്തുകൾക്ക് പെരുന്നാളിന്റെ ആഘോഷമോ. ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് മുഴുവനും നാളെ പെരുന്നാളിന്റെ ആഘോഷമോ. എന്തൊരു സന്തോഷമെന്നറിയുമോ, എന്തൊരു വരവേൽപ്പെന്നറിയുമോ. നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, തൗബ ചെയ്ത നിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് അല്ലാഹു നിന്റെ ബർക്കത്ത് കൊണ്ട് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ചെയ്ത ഒരു പാപം അള്ളാന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് നീ മരിച്ച നിന്റെ മയ്യത്ത് പള്ളി കാട്ടി കൊണ്ടുപോകുമ്പോ നിന്റെ ബർക്കത്ത് കൊണ്ട്, തങ്ങന്മാരുടെ ബർക്കത്തല്ല, ഉസ്താദന്മാരുടെ ബർക്കത്തല്ല, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു തെറ്റ് ഏറ്റു പറഞ്ഞ നിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന അയൽവാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇല്ലടാ, ഇങ്ങേരല്ല, ഇങ്ങേരെ വാപ്പ പറഞ്ഞാലും ഞാൻ നന്നാവൂല എന്നാണെങ്കിൽ നീ മരിച്ചു കൊണ്ടുപോകുമ്പോ ഈ കാട്ടി കിടക്കണ, ഈ പള്ളിക്കാട്ടി കിടക്കണ ആൾക്കാർ മുഴുവനും നിന്നെ ശപിക്കും. എടാ വൃത്തികെട്ടവനെ, എടാ നശിച്ചവനെ, എത്ര അവസരം അല്ലാഹു തന്നടാ നിനക്ക്. എടാ എന്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീ ആയിരുന്നല്ലോടാ, എന്റെ മയ്യത്ത് ചുമന്നത് നീയായി, എന്നെ ഇറക്കി വെച്ചിട്ട് മണ്ണ് വാരിയിട്ടത് നീയല്ലായിരുന്നോ? എടാ നീ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ പോരായിരുന്നോടാ, അല്ലാഹു നിനക്ക് പുറത്തരുവായിരുന്നല്ലോ. പറഞ്ഞില്ലല്ലോടാ വൃത്തികെട്ടവനെ. പള്ളിക്കാട് മുഴുവനും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൈയുടെ വ്യഭിചാരം അന്യ പെണ്ണിനെ തൊടല, അന്യ പുരുഷനെ തൊടല, കാലിന് വ്യഭിചാരമുണ്ട് നടക്കൽ, കാമുകിയുടെ വീട്ടിൽ പോകൽ, രാത്രി കാമുകിയുടെ വീട്ടിലേക്ക് പെണ്ണുങ്ങളെയും കൊണ്ട് കറങ്ങല്, ഇതൊക്കെ കാലിന്റെ വ്യഭിചാരം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ വഴി ഹറാമുകളെ സൂക്ഷിക്ക്, വൻപാപങ്ങളെ സൂക്ഷിക്ക്, നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് ബോറടിച്ച ഇവിടെ ഇരിപ്പണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. മടുത്ത ഞാൻ ഇപ്പൊ നിർത്തിക്കളയും. കാരണം ഈ ഉസ്താദന്മാര് നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതുന്നത് ഉസ്താദിന് വലിയ ഓതാൻ അറിയാനായിട്ടൊന്നുമല്ല. നിസ്കരിക്കുന്ന സമയം ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതുന്നത് ഉസ്താദിന് വലുത് ഓതാൻ അറിയാഞ്ഞിട്ടല്ല. ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാവൂ. കാരണം എന്തേ? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവര് നിൽപ്പുണ്ട്, രോഗികൾ നിൽക്കുന്നുണ്ട്. ഈ ഹൈവേ കൂടെ പോകുന്ന പലരും പള്ളി കയറി നിസ്കരിച്ചിട്ട് പോകാം, പെട്ടെന്ന് കയറി നിൽക്കാം. ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരുന്ന പുറകിൽ നിൽക്കുന്നവൻ എന്ത് പറയും? പണ്ടാരടങ്ങാൻ ഇങ്ങേരൊന്നും നിർത്തുന്നില്ലല്ലോ. ഇതല്ലേ പറയണേ? അങ്ങനെ പറയിപ്പിക്കരുത്. നിങ്ങൾ നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതി നിസ്കരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണോ? കൈവക്ക് വേണമെന്നുള്ളവർ പെട്ടെന്ന് പൊക്കിക്കോ, സമയമില്ല. വാപ്പ നിനക്കത് എന്താണെന്ന് അറിയത്തില്ല, അതാ നീ പൊക്കാത്തെ. ആ സാധനം എന്താണെന്ന് നിനക്ക് ഇന്നവരെ അറിയത്തില്ല, അതാ പൊക്കാത്ത. അതില്ലെങ്കിൽ ജീവിതത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. വേണോ ഉറക്കപ്പുറ വേണോ? സുബഹി കഴിഞ്ഞ് ഉറങ്ങല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ ഉറങ്ങരുത്? ഇവിടെ സുബൈക്ക് തന്നെ എഴുന്നേക്കണില്ല, പിന്നല്ലേ സുബഹി കഴിഞ്ഞിട്ട്? സുബൈക്ക് തന്നെ എഴുന്നേക്കണില്ല ഉസ്താദേ, പിന്നല്ലേ സുബഹി കഴിഞ്ഞിട്ട്? സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ദുആ ചെയ്തു, ലോകത്ത് കടന്നു വരുന്ന ഒരു വാപ്പയ്ക്ക് അല്ലാഹു
അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വാപ്പയ്ക്കാന്നറിയോ? തന്റെ മക്കളെ നേരെയാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ നേരെയാക്കാൻ വേണ്ടി വീട്ടിലൊരു വടി വെട്ടി വെച്ചിട്ടുണ്ടോ? നീ ഭാഗ്യവാനാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വെട്ടിവെച്ചിട്ടുണ്ടോ? മക്കളെ തല്ലാൻ വീട്ടിലൊരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാരത് കൈവയ്ക്കുക. 4 പേര്. ഈ 4 പേരുടെ വാപ്പ തല്ലേണ്ട സമയത്ത് തല്ലിയത് കൊണ്ട് നേരെ ചൊവ്വ നന്നായിട്ട് ഇവിടെ വന്നിരിക്കാം. നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാൻ കാരണം നിങ്ങളുടെ വാപ്പ പണ്ട് തല്ലി നേരെയാക്കിയതുകൊണ്ടാ. ഇന്ന് നീ ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ മകൻ എവിടെ ഇരിക്കണമെന്ന് അറിയില്ല. റോഡിലാണോ, വീട്ടിലാണോ, ടിവിയുടെ ഫ്രണ്ടിലാണോ, റൂമിനകത്തിരുന്ന് വഴുതു പറയാനോ അറിയില്ല. അങ്ങനെ ഇരിക്കാനുള്ള കാരണം അവന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ടാ. ഇനിയെങ്കിലും നിനക്ക് അവസരമുണ്ട്. പോകുമ്പോ ഒരു കമ്പ് പിടിച്ച് വീട്ടിൽ പോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതായി പറയുകയാണ്, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? ബിമാ ഖസമല്ലാഹു ലക തകുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായി പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയോ? പഴയങ്ങാടിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ 2 നില വീടുള്ളവനല്ല, ബെൻസ് കാറുള്ളവനല്ല, ഒരുപാട് പണമുള്ളവനല്ല, പഴയങ്ങാടിയിലെ അല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയോ? അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവനാ ഏറ്റവും വലിയ പണക്കാരൻ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മളൊക്കെ രാജാക്കന്മാരാ. നമുക്കില്ലല്ലോ. അസൂയാണല്ലോ. അള്ളാഹു മറ്റൊരുത്തന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് ഇങ്ങനെ അസൂയ വെച്ചുകൊണ്ട് അടക്കാം. നമ്മളൊക്കെ അസൂയയും കുശുംബും അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര അസൂയ വെച്ചാലും നമുക്ക് കിട്ടും. ഇങ്ങോട്ട് നോക്ക്, നമുക്ക് കിട്ടുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു മറ്റൊരുത്തന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് നീ അസൂയ വെച്ചിട്ട് നിനക്കൊന്നും കിട്ടത്തില്ല. ഞാൻ എന്റെ ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ ഒരു മലക്ക് എന്റെ ഉമ്മാന്റെ വയറ്റിൽ വന്നു, എന്റെ അടുക്ക വന്നു. എന്നിട്ട് എഴുതി വെച്ചു, സിറാജെ, ഇത്ര വയസ്സ് വരെ നീ ജീവിക്കും. നിന്റെ ഭാര്യ സുമയ്യയാണ്, നിനക്ക് ഇത്ര മക്കളുണ്ട്. ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ നിങ്ങളുടെ പള്ളിയുടെ പ്രസിഡന്റ് വീട്ടിലായി എനിക്ക് അന്നം ഉണ്ടാക്കി വെച്ചിരുന്നേ. അത് തിന്നാനാ ഞാൻ വന്നേ, അത് പറയാൻ വന്നേല്ല. എനിക്ക് അള്ളാഹു ഇന്ന് അന്ന ഇവിടെ വെച്ചിട്ടുണ്ട്. എന്റെ പേരെഴുതിയ ചോറ് നിങ്ങൾ ആരെങ്കിലും തിന്നോ? കഴിക്കോ? നിങ്ങൾ പറ, കഴിക്കോ? ഉറക്കപ്പറ, കഴിക്കോ? എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ കഴിക്കോ? നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ കഴിക്കോ? പറ, കഴിക്കോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടേണ്ട 1 രൂപ എനിക്ക് കിട്ടുമോ? എനിക്ക് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടൂല. പിന്നെ എന്തിനാ മനുഷ്യ നീ അസൂയ വെക്കണേ? പിന്നെ എന്തിനാ നമ്മളൊക്കെ ഇങ്ങനെ അസൂയ വെക്കണേ? ഈ തലകുത്തി കിടന്നാലും കിട്ടില്ല. പിന്നെന്താ? അള്ളാഹു മറ്റൊരുത്തൻ എഴുതിയത് അവന് തന്നെ കിടക്കും. നീ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ നിനക്ക് നല്ലതുപോലെ അറിയാൻ നിനക്ക് കിട്ടൂല. എന്നിട്ട് നീ അസൂയ വെച്ച അതിനർത്ഥം അള്ളാഹ് നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. അള്ളാഹു നീതിമാനല്ലെന്ന് അതിന്റെ അർത്ഥം. നീ പറയുന്നത് അള്ളാഹു നീതിമാനല്ല, അള്ളാഹ് അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. അത് ധിക്കാരം, അത് അഹങ്കാരം. അതിനുള്ള ശിക്ഷ ഈ ദുനിയാവി വെച്ച് തന്നെ അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അസൂയ വെക്കുന്നവന്മാർക്ക് മുഴുവനും അള്ളാഹു ഇവിടെ വെച്ച് തന്നെ പണി തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ വിചാരിക്കും നീ എന്ത് കച്ചവടം ചെയ്താലും ലാഭം. നീ വീട് വെച്ചു, വണ്ടിയെടുത്തു, എല്ലാം നല്ല നിലയിലായി. ഇത് നിന്റെ തഴമ്പ് കണ്ടിട്ടാണെന്ന് നീ വിചാരിക്കണേ. അള്ളാഹ്ക്ക് എന്തോ നിന്നോട് പേഴ്സണലായിട്ട് എന്തോ സ്നേഹം, അല്ലെങ്കിൽ നിന്റെ കുടുംബ മഹിമയൊക്കെ കണ്ടിട്ടാ നിനക്ക് അള്ളാഹ് ഇത് തരുന്ന. അല്ല മനുഷ്യ, നീ അങ്ങനെ കരുതരുത്. അത് നിനക്കല്ല, ഒരുത്തനുള്ള പണിയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അസൂയ വെക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന 3 ശിക്ഷയിൽ ഒന്നാമത്തെ ശിക്ഷ പറഞ്ഞുതരട്ടെ. മരിച്ച വീട്ടിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാതെ പറഞ്ഞുതരട്ടെ. ഇന്നത്തോടുകൂടി ഈ സ്വഭാവം മാറ്റിക്കോ. 1, നിനക്ക് അള്ളാഹു ഒരു കാലത്തും സമാധാനം തരില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. നിന്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം എന്ന് പറയുന്ന സാധനം ഒന്ന് പോയി കിട്ടും. നീ പിന്നെ സമാധാനത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങൂല.
നിന്നെ കുറിച്ചോ നിന്റെ ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചല്ല, അയൽവാസികളുടെ കൊട്ടാരത്തിനെ കുറിച്ച് ചിന്തിച്ച് നിന്റെ ആയുസ് പോകും. രണ്ട് അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ അള്ളാഹു നിനക്കും തരൂല. അങ്ങനല്ല, അള്ളാന്റെ റസൂല് പറഞ്ഞു, നീയും തിന്നൂല, ആർക്കും കൊടുക്കത്തുമില്ല, നിനക്ക് അള്ളാഹു കൽബിന് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കോടിക്കണക്കിന് ആസ്തിയുണ്ട്, അവന്റെ കണക്ക് തന്നെ അവനറിയില്ല, എവിടെ കിടക്കണേ തന്നെ അറിയില്ല. ആരെങ്കിലും അവർ റബ്ബറും തോട്ടം ഉണ്ടായിരുന്നില്ലേ, അവർ തെങ്ങും തോപ്പ് അറിയില്ല, അവന്റെ സമ്പാദ്യം എത്രയാണെന്ന് അവന് തന്നെ അറിയില്ല. എന്നാലും ഒരുത്തിന് 5 നയാ പൈസ കൊടുക്കൂല. എന്നാ ഓൻ തിന്നുവോ? അതുമില്ല. നല്ല കാശുള്ള മനുഷ്യനാ, വീട്ടിൽ പോയി നോക്കിയ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോ ചമ്മന്തിയും കഞ്ഞി, എന്റെ കാക്ക ഒരു മട്ടൻ ബിരിയാണി, അള്ളാഹ് കൊളസ്ട്രോൾ അപ്പ തിന്നൂടാ. നീയും തിന്നൂല, ഒരാളെ തിന്നിപ്പിക്കത്തുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 3, ഇതാണ് എല്ലാരും നല്ലതുപോലെ കേൾക്കണ്ടേ. ഈ ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാരും കേൾക്കുന്നത്. നിന്റെ വീടിന്റെ നിനക്കൊരു കടയുണ്ടെന്ന്, പഴയങ്ങാടിയിൽ ഒരു കടയുണ്ട്, നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു സാധുവിനൊരു കടയുണ്ട്. അവന്റെ കടയിൽ നല്ല കച്ചവടമൊക്കെ ഉണ്ട്. നീ 24 മണിക്കൂറും അള്ളാഹുവെ അവന്റെ കടയിൽ ഇങ്ങനെ നോക്കിയിട്ട് പടച്ചവനെ നിത്തീങ്കാനയിലാക്കണേ അല്ലാ, അവനൊന്ന് നിത്തീങ്കാനയിലാക്കണേ അല്ലാ, നീ ഇങ്ങനെ അസൂയ വെച്ചുകൊണ്ടിരിക്കും. അവനൊന്ന് നശിച്ചു കാണാൻ നീ ആഗ്രഹിക്കും. അള്ളാഹു നിനക്ക് തരുന്നെന്തറിയോ? അള്ളാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അവൻ ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ കണ്ണിന്റെ മുന്നിൽ പഴയങ്ങാടി രണ്ടാമതൊന്നുകൂടെ അവൻ തുടങ്ങും. അവനാകെ ഒരു കടയുണ്ടായിരുന്നുള്ളൂ. നീ എന്ന് മുതൽ അസൂയ വെക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ അവൻ രണ്ടാമതൊരു കട കൂടെ നിന്റെ മുന്നിൽ തുറക്കും. നിന്റെ അയൽവാസിക്ക് ഒരു ചെറിയ വീടായിരുന്നു, നീ അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ 2 നിലയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ അവനെ വളർത്തി കാണിക്കും, നിന്നെ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നിന്നെ നശിപ്പിക്കും, അസൂയ വെക്കുന്നവൻ ഇങ്ങനെ വളർത്തി കാണിക്കും. അതാ നമ്മളെയൊക്കെ പലരെയും അള്ളാഹു വളർത്തുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പേരിൽ അസൂയ വെക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന പണിയാന്ന് മാത്രം കരുതിയാ മതി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാ സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയല്ലോ, എന്തിനാ നിങ്ങൾ 2 നിലയിലേക്ക് നോക്കണേ? എടാ, നിനക്ക് കയറി കിടക്കാൻ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ട്, ഒരിക്കലും നീ 2 നിലയുള്ള വീട്ടിലേക്ക് നോക്കരുത്. നീ ചിന്തിക്കണം, അല്ലാഹ് പഴയങ്ങാടിയിൽ എത്രയോ പാവങ്ങൾ വാടക വീട്ടിൽ കിടക്കണം, എനിക്കല്ല സ്വന്തമായിട്ടൊരു വീട് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. എത്ര സ്തുതിച്ചാ മതി വരും? വാടക വീട്ടിൽ കിടക്കുന്നവൻ ചിന്തിക്കണം, പഴയങ്ങാടിയിൽ എത്രയോ പേര് കടത്തിണ്ണെ കിടക്കണം, അമ്പലപ്പുഴയിലൊക്കെ എത്രയോ പാവങ്ങൾ കടത്തിണ്ണെ കിടക്കുന്നു. അള്ളാഹുവേ, എനിക്കല്ല വാടകയ്ക്കാണെങ്കിലും ഒന്ന് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. അങ്ങനെ ചിന്തിക്ക്, അള്ളാഹു തന്ന നിഅമത്തുകളെ കുറിച്ച് ആലോചിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ആ തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ എന്തേ നമുക്ക് കഴിയാത്തത്? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് കരുതൂ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളൂ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ വിശക്കുന്നു ആയിഷ, കഴിക്കാൻ വല്ലതും താ. ഭർത്താവ് വീട്ടിൽ കയറി വന്നിട്ട് ഭാര്യയോട് ഭക്ഷണം ചോദിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തലതാഴ്ത്തി നിൽക്കുകയാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ല. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി, ഭക്ഷണമില്ല എന്ന് മനസ്സിലായി. അവിടുന്ന് ചോദിച്ചു, ആയിഷ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും താ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല പെട്ടെന്ന് ഇങ്ങനെ മുഖം പൊത്തിപ്പിടിച്ചിട്ടിരുന്ന് പൊട്ടിക്കരയുകയാ. കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ കയറി വന്ന് വെള്ളം ചോദിച്ചപ്പോ വെള്ളം പോലും കൊടുക്കാനില്ലല്ലോ റബ്ബേ. പഴയങ്ങാടിയിലെ പെങ്ങളോ, എന്നെങ്കിലും നിന്റെ ഭർത്താവും മക്കളും വീട്ടിൽ കയറി വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലാത്ത ഒരു ദിവസം അല്ലാഹു ഇന്ന് വരെ നിനക്ക് തന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ആയിഷ ബീവി നിന്ന് കരയുകയാ. റസൂലുള്ളാഹി തങ്ങൾ അടുത്തേക്ക് ചെന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല ചേർത്ത് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, കരയല്ലേ ആയിഷ, ഇന്ന് ഞാൻ നോമ്പ്
നോമ്പ് പിടിച്ചു കൊള്ളാം ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ അകത്ത് കയറി. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാ. വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നു. പ്രവാചകന്റെ വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഭർത്താവിന്റെ ഒട്ടിക്കിടക്കുന്ന വയറ് കണ്ടപ്പോ സ്നേഹനിധിയായ ഭാര്യ വന്ന് അടുത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് തടകുകയാ. അവിടെ നിന്നിരുന്ന് കരയുകയാണ്. പൊട്ടിക്കരയുന്ന ശബ്ദം കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉണരുകയാണ്. നോക്കുമ്പോൾ ആയിഷ ബീവി ഇരുന്ന് കരയുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ, എന്തേ ആയിഷ, സഹിക്കുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആയിഷ, തിന്നാ ഭക്ഷണമില്ലെങ്കിലും നീ എന്റെ കൂടെയുണ്ടല്ലോ ആയിഷ. പെങ്ങളെ, പട്ടിണിയാണെങ്കിലും എരിക്കടക്കാ വീടില്ലെങ്കിലും ഓലഷഡാണെങ്കിലും ഉള്ളത് തിന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം പൊന്നുമോള്. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സാണ് വേണ്ടത്. ആയിഷ ബീവി പറയുകയാ, എന്റെ വീടിന്റെ അകത്ത് വിളക്കിനകത്തൊടിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു. പെങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പച്ചില പറിച്ചിട്ട് നീ തിന്നിട്ടുണ്ടോ? വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുല്ലു തിന്നിട്ടുണ്ടോ? കഴിച്ചു മോളെ. ലോകത്തിന്റെ നേതാവും കുടുംബവും 3 കൊല്ലമുണ്ടല്ലോ. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചരിവില് അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും പച്ചില പറിച്ചിട്ട് തിന്നില്ലേ? മൃഗങ്ങളെ കാശിക്കുന്നത് പോലെ കാശിച്ചില്ലേ? വെള്ളതാ ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുക്കളെ പോലും സഹാബത്ത് അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾ എടുത്ത് കടിച്ചില്ലേ? എന്റെ പ്രിയമുള്ളവര്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം അല്പം മാവ് കിട്ടി ഒരു റൊട്ടി ഉണ്ടാക്കുകയാ. ദിവസങ്ങൾക്ക് ശേഷം കിട്ടിയ ഭക്ഷണമാണല്ലോ. അതാ ഫാത്തിമ ബീബി റൊട്ടി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ കടിക്കാനിരിക്കുമ്പോ തന്റെ ഉപ്പാനെ ഓർമ്മ വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ റൊട്ടിയുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. വാപ്പാന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, വാപ്പാ, ഇന്ന് ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ. ഉപ്പാന്റെ കയ്യിലേക്ക് റൊട്ടി കൊണ്ട് വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. റൊട്ടി ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ. ഫാത്തിമ ബീവി ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, മോളെ ഫാത്തിമ, 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പ കാണുന്ന ആദ്യത്തെ ഭക്ഷണമോ. എന്റെ പ്രിയമുള്ളവര്, അങ്ങനെയായിരുന്നവര് ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് ലോകത്തൊരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ മക്കളില്ലായിരുന്നു. ആയിഷ ബീവിക്ക് മക്കളില്ലായിരുന്നു. പടച്ചവനെ എന്നിട്ടുമല്ല സഹിച്ചവളാണ്. അല്ലാഹു ആയിഷ ബീവിക്ക് കൊടുത്ത മഹത്വം എന്തെന്നറിയുമോ? മരണസമയം അടുത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോട് പറഞ്ഞു, എനിക്ക് ആയിഷ ബീവിയുടെ വീട്ടിൽ കിടന്ന് വഫാത്താകണം, എനിക്ക് ആയിഷയുടെ വീട്ടിൽ കിടന്ന് മരിക്കണം. അവസാനം ആയിഷ ബീവി എന്ന 18 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. 18 വയസ്സുള്ള ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൊണ്ടയ്ക്കതാണ് അവസാനമായി ഇറങ്ങിയത് ആയിഷയുടെ ഉമ്മനീരായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മനീരായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ
പ്രിയമുള്ളവര്, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സാണ് വേണ്ടത്. അല്ലാതെ ഹറാമായ വഴികളിലൂടെ എത്രയും പെട്ടെന്ന് പണക്കാരനാകാ, എത്രയും പെട്ടെന്ന് പണക്കാരനാകാ. ഏതെല്ലാം വഴികൾ തേടുന്നവരുണ്ട്, ഹറാമുകൾ ചെയ്യുന്നവരുണ്ട്, കള്ള് കച്ചവടം നടത്തുന്നവരുണ്ട്, പലിശ കച്ചവടം നടത്തുന്നവരുണ്ട്. പടച്ചവനെ, മോശമായ വഴികളിലൂടെ പണമുണ്ടാക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. പഴയങ്ങാടിയിലെ ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. അവൾ നിസ്കരിച്ചവളല്ല, ഖുർആൻ ഓതിയവളല്ല, ഒരുപാട് സദഖ കൊടുത്തവളല്ല. ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഏത് പെണ്ണിനെന്നറിയുമോ? രാവിലെ പഴയങ്ങാടിയിലെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അന്നം തേടി വെളിയിലേക്ക് ഇറങ്ങുവല്ലോ, ജോലിക്ക് വേണ്ടി വീടിന്റെ വെളിയിൽ ഇറങ്ങുവല്ലോ. ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചട്ടിക്കാ ഹറാമിന്റെ ഭക്ഷണം കൊണ്ടുവരല്ലോ, ഹറാമിന്റെ പണം കൊണ്ടുവരല്ലോ, എന്നെയും മക്കളെയും ഹറാമ് തീറ്റിക്കല്ലോ എന്ന് ഭർത്താവിനോട് പറയുന്ന ഒരു പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, ജീവിതം സന്തോഷമോ? അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലോ എല്ലാ വഴിയിലൂടെ പടച്ചുറപ്പ് നമ്മളെ സഹായിക്കുമല്ലോ. അല്ലാഹുവേ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയില്ലാത്ത ദുനിയാവാണല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കടൂ. എന്റെ പ്രിയപ്പെട്ടവരെ, കടുവാ പള്ളിയിൽ ഈ റമദാനിന് മുമ്പ് കടുവാ പള്ളിയിൽ ഹിഫ്ള് പഠിപ്പിക്കുന്ന റഫീഖ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. മൂന്ന് മക്കളായിരുന്നു വാപ്പാ, 2 പെൺമക്കളും ഒരു ആൺകുട്ടിയുമാണ്. പടച്ചവര് തന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി വീട്ടിലേക്ക് ലീവ് എടുത്തിട്ട് പോയതാ. വിവാഹത്തിന്റെ തലേ ദിവസം പടച്ചവരെ ഒരു ചെറിയ നെഞ്ചുവേദന എടുത്തു. പഴയങ്ങാടിയിലെ പെണ്ണ് കേൾക്കണം, അല്ലാഹുവേ, അവസാനം വിവാഹത്തിന്റെ തലേ ദിവസം ആ ഉസ്താദിനൊരു നെഞ്ചുവേദന എടുത്തു. കൂടെ പറപ്പല്ലാഹുവേ, ഭാര്യ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ആ പ്രിയപ്പെട്ട ഉസ്താദ് തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, ഹോസ്പിറ്റലിൽ പോകണ്ട, ഇതെന്റെ മരണമാണ്. അവിടെന്ന് പറഞ്ഞു, നീ മക്കളെ ഒന്ന് വിളിക്കുവോ? അല്ലാഹുവേ, 3 മക്കളെയും പിടിച്ചെടുത്തിരുത്തിയിട്ടു ആ ബഹുവന്യനായ ഉസ്താദ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, പെണ്ണ്, എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരടൂ. അല്ലാഹുവേ, വാടക വീട്ടിലാണ് കിടക്കുന്നത്. മയ്യത്ത് കൊണ്ടുവച്ചത് റോഡിലായിരുന്നു. വീടിന്റെ അകത്ത് കയറ്റാ സ്ഥലമില്ല. വീടിന്റെ വെളിയിൽ റോഡിലാണ് മയ്യത്ത് കൊണ്ടുവച്ചത്. തന്റെ ഭാര്യയും മക്കളും വാടക വീട്ടിലാ. മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യയോട് പറഞ്ഞു, നിനക്കും നിന്റെ മക്കൾക്കും എന്തെങ്കിലും ചെയ്തു തരാൻ എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. ഇന്ന് 3 മക്കളെയും നിന്നെയും ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവുകയാണ്. അവളോട് അല്ലാഹുവേ, ഭാര്യയോട് പറഞ്ഞു, നീ മക്കളെ നല്ലതുപോലെ നോക്കണം, നമ്മുടെ മക്കളെ നീ നല്ലതുപോലെ വളർത്തണം, നീ ക്ഷമിക്കണം. അല്ലാഹു ഒരിക്കലും നിന്നെയും മക്കളെയും കൈവിടൂല. പടച്ച റബ്ബ് നിന്നെ സഹായിക്കും. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നീ ക്ഷമിക്കണേ, ഒരുപാട് കരയരുത്, മക്കളെ നീ സമാധാനിപ്പിക്കണം, എന്നിട്ട് മക്കളെ നല്ലപോലെ നോക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞു, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിച്ചാ
പടച്ചവനെ 45 വയസ്സിന്റെ ഇടയിലാണ് പ്രായം, 44 43 വയസ്സുണ്ട്. മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യക്കും മക്കൾക്കും ഉപദേശം കൊടുത്തു, അവർക്ക് മനസ്സിന് ധൈര്യം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തുമ്പോ പഴയങ്ങാടിയിലെ പെങ്ങള് മരിക്കുമ്പോ കടുവാ പള്ളിയിൽ ഒരാളുടെ കയ്യിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങിയിട്ടാ പോയത്. പെങ്ങളുടെ മകളുടെ കല്യാണത്തിന് 50,000 രൂപ കടം വാങ്ങിയിട്ടാ പോയത്. പെങ്ങള് ഉസ്താദ് തന്റെ 3 മക്കളെയും ഭാര്യയെയും ഒറ്റപ്പെടുത്തിയിട്ട് മരണമെന്ന ആ സത്യത്തിന്റെ മുന്നിൽ തലതാഴ്ത്തിയിട്ട് യാത്ര പറയുമ്പോ പെങ്ങള് ആ കുടുംബത്തിന് വേണ്ടി പടച്ചവനെ പിരിഞ്ഞത് 31 ലക്ഷം രൂപയാ. 40 ലക്ഷം രൂപ പിരിക്കാ ഈ റമദാനിൽ പടച്ചവനെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദന്മാര് കൂടിയപ്പോ പറഞ്ഞു, സിറാജേ 31 ലക്ഷവാ. ആ ഉസ്താദ് തന്റെ ഭാര്യയോട് പറഞ്ഞ ഒരു വാക്ക്, അല്ല നിന്നെ കൈവിടൂല പെണ്ണ്, നിന്റെ മക്കളെ അല്ലാഹു കൈവിടൂല. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്, അല്ല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? ഈ നിഅമത്തുകളെ കുറിച്ച് എന്തേ ആലോചിക്കാത്തത്? എന്നിട്ട് അഹങ്കാരികളെ പോലെ നടക്കല്ലേ. അല്ലാഹു മറ്റൊരുത്തന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചുകൊണ്ട് നടക്കല്ലേ. നിന്റെ മനസ്സ് ശുദ്ധമാക്കടേ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരെന്നറിയുവോ? വറളബിമാ കസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ് ഖാല നബിയുനാ റസൂലുള്ളാഹി മരിക്കുന്നത് മയ്യത്ത് പോലും വീടിന്റെ പുറത്തുള്ള റോഡിലാ വെച്ച്. അല്ലാഹുവേ, എന്നിട്ടും ആ മനുഷ്യൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ മക്കളെ നോക്കണം, നീ എനിക്ക് പൊരുത്തപ്പെടണം, നീ മക്കളെ നല്ലപോലെ വളർത്തണം, നീ ക്ഷമിക്കണം, നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം, അല്ലാഹ് നിന്നെ കൈവിടൂല. ഇത്രയും പറഞ്ഞിട്ടാ യാത്രയായി പോയത്. അല്ലാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. അസൂയൊക്കെ കള. അയൽവാസിക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നീ നിന്റെ കാര്യം നോക്ക്. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അർഹമു റഹീമായ ദയാലുവായ കരുണയുള്ള അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു, അല്ലാഹുവേ ഇവർക്ക് നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാഹ്. സമാധാനമുള്ള ഒരു ജീവിതം നൽകണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ, മരിക്കുന്ന കാലത്തോട് ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ ഇവർക്ക് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, നീ നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനേ, ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? 40 വയസ്സല്ലായിരുന്നു വിവാഹം കഴിക്കുമ്പോൾ. ഖദീജ ബീവിക്ക് 40, നബിക്ക് 25 വയസ്സും കണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 25ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവി വിവാഹം കഴിച്ചത്. ഖദീജ ബീവിയുടെ പ്രായം എത്ര? 40. എത്ര കൊല്ലം ജീവിച്ചു? 25 കൊല്ലം. റസൂലുള്ളാഹി തങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സും ഖദീജ ബീവിക്ക് 40 വയസ്സ്. റസൂലുള്ളാഹി തങ്ങള് വിവാഹം കഴിച്ചു. ഖദീജ ബീവിയുടെ കൂടെ 25 കൊല്ലം ജീവിച്ചു. 65ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് 63ാമത്തെ വയസ്സിൽ. മരിക്കുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ ഖദീജാനെ മറന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കണ കാലം വരെ ഖദീജാനെ മറന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ എന്ന മലക്കിറങ്ങി വന്നിട്ട് ചോദിച്ചു, നബിയെ, ഖദീജ ബീവി എവിടെ? ഖദീജ ബീവി എവിടെ? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എപ്പോഴും എന്നെ അല്ലേ ചോദിക്കണം, എന്തിനാ ഇന്നെന്റെ ഭാര്യയെ ചോദിക്കുന്നത്?
എന്താണ് ജിബ്രീലെ നീ ഖദീജാനെ തിരയുന്നത്? അപ്പൊ അവിടെന്ന് പറഞ്ഞു നബിയെ, ഖദീജ ബീവി വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞെന്ന് പറഞ്ഞേക്കണം. അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖദീജ ബീവിയുടെ ചരിത്രം പഠിക്കണം. ഏതെങ്കിലും ഒരു സിനിമയിൽ ഇറങ്ങണ പാട്ട് പോലെയൊന്നുമല്ല അല്ലേ. ഖദീജ ബീവി ആരാന്ന് പഠിക്കണം. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരും ഉപദ്രവിക്കാനില്ലാത്ത, ഒരു ശല്യവുമില്ലാത്ത ഒരു സ്ഥലത്ത് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം ഖദീജ ബീവിക്കുണ്ട്. എന്തിനാ അള്ളാഹ് കൊടുത്തതെന്നറിയോ? പഴയങ്ങാടിയിലെ ഓരോ പെണ്ണും കേൾക്കണം, അള്ളാഹു എന്തിനാണ് ഖദീജ ബീവിക്ക് ഈ കൊട്ടാരം കൊടുത്തതെന്നറിയുവോ? 25 കൊല്ലം അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അള്ളാഹു കൊടുത്ത സമ്മാനമാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണ്. നമ്മുടെ ഭാര്യമാർക്ക് ഇത് കിട്ടുമോ? ഭർത്താക്കന്മാർക്ക് കിട്ടും, ഭാര്യമാർക്ക് കിട്ടില്ല. ഭർത്താക്കന്മാർക്ക് കിട്ടും, കാരണം ഭാര്യയുടെ മുന്നിൽ നമ്മൾ സംസാരിക്കാറില്ല, സംസാരിക്കുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വലിയ പണമൊന്നും ഇല്ലായിരുന്നു. ആലോചിച്ച് നോക്കണം, ഖദീജയുടെ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതമൊക്കെ പഠിച്ചു നോക്കണം. അവസാനം 65 കൊല്ലം, 65ാമത്തെ വയസ്സ് പൂർത്തിയായി 25 കൊല്ലം ജീവിച്ചു. മരണം അടുത്തപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിന്നു. അതാ വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു വന്നു, കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. റസൂലുള്ളാഹിന്റെ മടിയിൽ തലവെച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ കിടക്ക, എന്നിട്ട് നബിയുടെ മുഖത്ത് ഇങ്ങനെ നോക്ക, ചിരിക്കുന്നുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കണേ? പറഞ്ഞു, നബി നിങ്ങളുടെ സൗന്ദര്യം വല്ലാത്തട്ടാ, നിങ്ങളുടെ മുഖത്തെ പ്രകാശം വല്ലാത്തത്, അതിങ്ങനെ നോക്കിയതാ. 25 കൊല്ലം ആയിട്ട് നീ കാണുന്ന മുഖമല്ല ഖദീജ. അവസാനം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു, മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഒരു ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചതാ. ചോദിച്ച് തീരുന്നതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് ഒഴുകുകയാണ്. ചരിത്രം പറയുന്നുണ്ട്, കൊച്ചു കുട്ടികൾ കരയണത് പോലെ റസൂലുള്ള തേങ്ങിക്കരഞ്ഞെന്ന. സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ ഇങ്ങനെ തേങ്ങി കണ്ണീരൊഴുക. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തിനാ നബിയെ കരയണ? ആയിഷ, ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കണം. അല്ലാഹു അലം, നീ എന്നോട് പൊരുത്തം ചോദിക്ക. റസൂലുള്ളാഹിയാ ചോദിക്കണേ, പെണ്ണെ നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു, എന്നെ വിട്ടിട്ട് നീ പോവാ? എന്നെ ഒറ്റക്കിട്ടിട്ട് നീ പോവാണോ ഖദീജ? റസൂലുള്ളാഹി തങ്ങള് കരയാ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ എഴുന്നേറ്റിട്ട് കെട്ടിപ്പിടിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, അത്ര നബിയേ ഒരു 3 ആഗ്രഹമുണ്ട്, ഞാൻ പോവല്ലേ, ഒന്ന് സാധിച്ചു തരുമോ? അള്ളാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ പോവാ, ഒരു 3 മോഹമുണ്ട്, സാധിച്ചു തരുമോ? എന്തേ ഖദീജ, എന്തേ ഖദീജ? പഴയങ്ങാടിയിലെ പെണ്ണെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ജീവിതത്തിലേക്ക് 40ാമത്തെ വയസ്സിൽ ഞാൻ കടന്നു വരുമ്പോ എന്നെ പെണ്ണുങ്ങൾ നല്ലതുപോലെ കുളിപ്പിച്ചിട്ടാ യാത്രയാക്കിയത്. അങ്ങയുടെ മണിയറയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്നെ പെണ്ണുങ്ങൾ കുളിപ്പിച്ചിട്ടാണ് കയറ്റിവിട്ടത്. അതുകൊണ്ട് നബിയെ, ഖബറെന്ന് പറയുന്ന വീട്ടിലേക്കും മണ്ണറയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ എന്നെ നിങ്ങൾ കുളിപ്പിക്കണം, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം. അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. 1ാമത്തെ ആഗ്രഹം. 2, നബിയെ എന്നെ മണിയറയിലേക്ക് കടത്തിവിട്ടപ്പോ പെണ്ണുങ്ങൾ നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിപ്പിച്ചിട്ടാണ് എന്നെ കയറ്റിവിട്ടത്. മരണമെന്ന് പറയുന്ന വാഹനത്തിൽ കയറി ഞാൻ യാത്രയാകുമ്പോ എന്റെ കഫൻ തുണി നിങ്ങൾ പൊതിയണം, എന്റെ മയ്യത്ത് നിങ്ങൾ പൊതിയണം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ്. ആ പൊതിയുന്ന സമയത്ത് നമ്മൾ 2 പേരും പുതച്ച് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, യാ റസൂലല്ലാഹ്, എന്റെ കഫൻ തുണിക്കകത്ത് വെച്ച് പൊതിയണേ നബിയേ.
ഒരു ഭാര്യ രണ്ടാമതായി പറയുകയാ. മൂന്നാമതായി പറഞ്ഞതെന്തെന്നറിയുവോ? 6 അടി മണ്ണിലേക്ക്, പച്ച മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളാണ്. അങ്ങയുടെ കൈകൊണ്ട് വേണം എന്റെ മയ്യത്തിറക്കി വെക്കാറ്. പ്രിയപ്പെട്ട പെങ്ങളെ, ഖദീജ ബീബി യാത്രയായി. അല്ലാഹുവിന്റെ റസൂലാണ് മയ്യത്ത് കുളിപ്പിച്ചത്. ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിന് ഇതുപോലെ ഒരു ഭാഗ്യം കിട്ടുമോ? ഭർത്താവ് തന്നെയാണ് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചത്. അവസാനം കഫം പുതിയ സമയമായപ്പോ പ്രവാചകനതാ ഖദീജ ബീബിയുമായി ജീവിക്കുമ്പോൾ അവർ രണ്ടുപേരും പുതച്ചിരുന്ന പുതപ്പുണ്ടല്ലോ, എടുത്ത് ചുംബനം കൊടുത്തിട്ട് ഖദീജ ബീബിയുടെ കഫൻ തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. അവസാനം മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുമ്പോ റസൂലുള്ള തന്റെ കൈ കൊണ്ട് വാങ്ങിയിട്ട് കബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു. കരയുകയാണ്. പടച്ചവരെ, കബറിന്റെ അകത്തിരുന്ന് റസൂലുള്ള കരയുകയാ. കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ 25 കൊല്ലം താങ്ങുമ തണലുമായി നിന്ന തന്റെ ഖദീജ യാത്രയാകുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖദീജ ബീബിയുടെ കഫൻ തുണി അടിക്കുകയാണ്. 3 കെട്ടുകളും അടിച്ചു. കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു. കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. ഒരു പിടി മണ്ണ് വാരി വെക്കുവല്ലോ, ഒരു പിടി മണ്ണ് വാരി വെക്കുവല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖദീജ ബീബിയുടെ കബളിന്റെ താഴെ വെച്ചു. പെങ്ങളെ, പഠിക്കണം പൊന്നുമോള്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കുന്നവരുണ്ടല്ലോ, പള്ളികൾക്ക് കൊടുക്കുന്നവരുണ്ടല്ലോ, പാവപ്പെട്ട പെമ്മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ടല്ലോ, താങ്ങും തണലുമില്ലാത്തവരെ സഹായിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, നിങ്ങൾക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാണ് പറയുന്നത്. ഒരു സദഖ ചോദിച്ചപ്പം മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്തവരല്ലോ. ഖദീജ ബീബിയുടെ കബളിന്റെ താഴെ മണ്ണ് വാരി വെച്ചു. മണ്ണ് തൊടുന്നില്ല. ഖദീജ ബീബിയുടെ കബള് മണ്ണ് തൊടുന്നില്ല. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് വെച്ച് തൊടുന്നില്ല. എന്താണ് സംഭവം എന്നറിയാതെ അല്ലാഹുവിന്റെ റസൂല് കബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്നു റൂഹുൽ അമീൻ, മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. എന്നിട്ട് പറയുന്നു, മണ്ണ് വെക്കണ്ട നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ. കാരണം ഖദീജ കോടീശ്വരിയായിരുന്നു, ഹുവൈലിന്റെ മകളെ കോടീശ്വരിയായിരുന്നു. എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തവളോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തവളോ, പാവങ്ങളെ സഹായിച്ചവളോ, സദഖകൾ ചെയ്തവളോ. അതുകൊണ്ട് ഖദീജാന മണ്ണ് തൊടൂല നബിയേ. അവിടുന്ന് ചരിത്രം പഠിപ്പിച്ചു തരുമ്പോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്ത നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലവാ. 6 അടി മണ്ണിന്റെ അകത്ത് മണ്ണ് തിന്നാതെ കിടക്കാ. അല്ലാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിർത്തുകയാ. ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ. 1 വൻപാപങ്ങൾ ഒഴിവാക്കണേ. 2 അല്ലാഹു തന്നത് എന്തുമാകട്ടെ അതുകൊണ്ട് തൃപ്തിപ്പെടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. ആ കിട്ടിയതിൽ നിന്ന് നിന്നെ കൊണ്ട് കഴിയുന്നത് നീ പാപങ്ങൾക്ക് കൊടുക്കണം. അല്ലാഹു നമ്മുടെ ഇരു ലോകവും അല്ലാഹു വിജയത്തിലാക്കി തരുമാറാകട്ടെ.